ഇന്ന് ദിവസം 191. ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ 2 രാജാക്കന്മാർ അധ്യായം 25, 2 ദിനവൃത്താന്തം അധ്യായം 36, സുഭാഷിതങ്ങൾ അധ്യായം 9, 1 മുതൽ 6 വരെ വാക്യങ്ങൾ. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്ന് അധ്യായം 25. ജെറുസലേമിൻ്റെ പതനം. സെദെക്കിയായുടെ 9-ാം ഭരണവർഷം 10-ാം മാസം 10-ാം ദിവസം ബാബിലോൺ രാജാവായ നബൂഖദ്നേസർ സകല സൈന്യങ്ങളോടും കൂടെ വന്ന് ജെറുസലേമിനെ ആക്രമിച്ച് ചുറ്റും ഉപരോധമേർപ്പെടുത്തി. സെദെക്കിയായുടെ 11-ാം ഭരണവർഷം വരെ നഗരം ഉപരോധിക്കപ്പെട്ട് കിടന്നു. 4-ാം മാസം 9-ാം ദിവസം നഗരത്തിൽ ക്ഷാമം വളരെ രൂക്ഷമായി. ജനത്തിന് ഭക്ഷിക്കാനൊന്നുമുണ്ടായിരുന്നില്ല. കൽദാർ നഗരം വളഞ്ഞിരുന്നുവെങ്കിലും കോട്ടയിൽ പിളർപ്പുണ്ടാക്കി. രാജാവും പടയാളികളും രാജകീയ ഉദ്യാനത്തിനടുത്തുള്ള 2 ചുമരുകൾക്കിടയിലുള്ള വാതിലിലൂടെ രാത്രി പലായനം ചെയ്തു. അരാബയെ ലക്ഷ്യമാക്കിയാണ് അവർ പോയത്. എന്നാൽ കൽദായ സൈന്യം രാജാവിനെ അനുധാവനം ചെയ്ത് ജെറീക്കോ സമതലത്തിൽ വെച്ച് മറികടന്നു. അപ്പോൾ അവൻ്റെ പടയാളികൾ ചിതറിപ്പോയി. കൽദായർ രാജാവിനെ പിടിച്ച് റിബ്ലായിൽ ബാബിലോൺ രാജാവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ സെദെക്കിയായുടെ മേൽ വിധി പ്രസ്താവിച്ചു. പുത്രന്മാരെ അവൻ്റെ കൺമുൻപിൽ വെച്ച് നിഗ്രഹിച്ച് അവനെ കണ്ണുകൾ ചൂഴ്ന്നെടുത്തതിന് ശേഷം ചങ്ങല കൊണ്ട് ബന്ധിച്ച് ബാബിലോണിലേക്ക് കൊണ്ടുപോയി. ദേവാലയം നശിപ്പിക്കുന്നു. ബാബിലോൺ രാജാവായ നബൂഖദ്നേസറിൻ്റെ 19-ാം ഭരണവർഷം 5-ാം മാസം 7-ാം ദിവസം അവൻ്റെ അംഗരക്ഷകന്മാരുടെ നായകനായ ദാസൻ നബൂസരാദൻ ജെറുസലേമിൽ വന്നു. അവിടെ കർത്താവിൻ്റെ ആലയവും രാജകീയ കൊട്ടാരവും ജെറുസലേമിലെ വീടുകളും അഗ്നിക്കിരയാക്കി. മാളികകൾ കത്തിച്ചാമ്പലായി. അവനോടുകൂടെ ഉണ്ടായിരുന്ന കൽദായ സൈന്യം ജെറുസലേമിന് ചുറ്റുമുള്ള കോട്ട തകർത്തു. നഗരത്തിൽ അവശേഷിച്ചിരുന്ന ജനത്തെയും ബാബിലോൺ രാജാവിനോട് കൂറ് പ്രഖ്യാപിച്ചവരെയും അവശേഷിച്ചിരുന്ന കരകൗശലക്കാരെയും നബൂസരാദാൻ തന്നോടുകൂടെ കൊണ്ടുപോയി. അതിദരിദ്രരായ ചിലരെ ഉഴവുകാരായും മുന്തിരിത്തോട്ടപ്പണിക്കാരായും അവിടെ തന്നെ നിയോഗിച്ചു. ദേവാലയത്തിലെ ഓട്ടുസ്തംഭങ്ങളും പീഠങ്ങളും ജലസംഭരണിയും കൽദായർ കഷ്ണങ്ങളാക്കി ബാബിലോണിലേക്ക് കൊണ്ടുപോയി. കലശങ്ങൾ, കോരികകൾ, തിരിക്കത്രികകൾ, ധൂപത്തളികകൾ, ദേവാലയ ശുശ്രൂഷയ്ക്ക് ഉപയോഗിച്ചിരുന്ന ഓട്ടുപാത്രങ്ങൾ, നെരിപ്പോടുകൾ, കോപ്പകൾ എന്നിവയെല്ലാം അവൻ കൊണ്ടുപോയി. സ്വർണമോ വെള്ളിയോ ആയി ഉണ്ടായിരുന്നതെല്ലാം അവൻ കൊണ്ടുപോയി. കർത്താവിൻ്റെ ആലയത്തിൽ സോളമൻ നിർമ്മിച്ച 2 സ്തംഭങ്ങൾ, ജലസംഭരണി, പീഠങ്ങൾ എന്നിവയ്ക്ക് ഉപയോഗിച്ച ഓടിൻ്റെ തൂക്കം നിർണയാതീതമായിരുന്നു. ഒരു സ്തംഭത്തിൻ്റെ ഉയരം 18 മുഴം. അതിന് 3 മുഴം ഉയരത്തിൽ ഓടുകൊണ്ട് നിർമ്മിച്ച മകുടമുണ്ടായിരുന്നു. അതിനു ചുറ്റും വലപ്പണിയും മാതളങ്ങ നാരങ്ങകളും ഓടുകൊണ്ട് നിർത്തിയിരുന്നു. വലപ്പണി ചെയ്ത മറ്റേ സ്തംഭവും അതുപോലെ തന്നെയായിരുന്നു. ബാബിലോൺ പ്രവാസം. കാവൽപ്പട നായകൻ മുഖ്യപുരോഹിതനായ സെറായിയായെയും സഹപുരോഹിതനായ സെഫാനിയായെയും വാതിൽ സൂക്ഷിപ്പുകാർ 3 പേരെയും നഗരത്തിലെ ഒരു സേനാപതിയെയും രാജസഭാംഗങ്ങളിൽ 5 പേരെയും സൈന്യാധിപൻ്റെ കാര്യസ്ഥനെയും ഇവനാണ് ജനത്തെ വിളിച്ചുകൂട്ടിയിരുന്നത്. നഗരത്തിൽ നിന്ന് വേറെ 60 പേരെയും റിബ്ലായിൽ ബാബിലോൺ രാജാവിൻ്റെ അടുത്ത് ചെന്നു. രാജാവ് അവരെ ഹമാത്തിലെ റിബ്ലായിൽ വെച്ച് വധിച്ചു. അങ്ങനെ യൂദ നാടുകടത്തപ്പെട്ടു. ബാബിലോൺ രാജാവായ നബൂഖദ്നേസർ യൂദായിൽ നിർത്തിയിരുന്ന ജനത്തെ ഭരിക്കാൻ ഷാഫാൻ്റെ പൗത്രനും അഹിക്കാമിൻ്റെ പുത്രനുമായ ഗദാലിയായെ ദേശാധിപതിയായി നിയമിച്ചു. ബാബിലോൺ രാജാവ് ഗദാലിയായെ ദേശാധിപതിയാക്കിയെന്ന് അറിഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന സേനാപതികൾ സൈന്യസമേതം മിസ്പായിൽ ഗദാലിയായുടെ അടുത്ത് ചെന്നു. അവർ നെത്താനിയായുടെ മകൻ ഇസ്മായേൽ, കരയുടെ മകൻ യോഹന്നാൻ, നെത്തെഫത്യായുടെ തൻഹൂമേത്തിൻ്റെ മകൻ സെറായിയെ, മാക്കിയാൻ്റെ മകൻ യാസനിയ എന്നിവരായിരുന്നു. ഗദാലിയ അവരോടും സൈന്യത്തോടും സത്യം ചെയ്തു പറഞ്ഞു, കൽദായ അധികാരികളെ ഭയപ്പെടേണ്ട, നാട്ടിൽ താമസിക്കുവിൻ. ബാബിലോൺ രാജാവിനെ സേവിച്ച് നാട്ടിൽ താമസിച്ചുകൊള്ളുവിൻ. എല്ലാം ശുഭമാകും. എന്നാൽ 7-ാം മാസം രാജകുടുംബാംഗമായ എലിഷാമയുടെ പൗത്രനും നെത്താനിയയുടെ പുത്രനുമായ ഇസ്മായിൽ 10 പേരോടൊപ്പം മിസ്മായിൽ ചെന്ന് ഗദാലിയായെയും കൂടെ ഉണ്ടായിരുന്ന കൽദായരെയും ആക്രമിച്ച് വധിച്ചു. കൽദായരെ ഭയപ്പെട്ട് കുലീനരും താഴ്ന്നവരുമായ ജനങ്ങളെല്ലാം സേനാപതികളോടൊപ്പം ഈജിപ്തിലേക്ക് തിരിച്ചു. യൂദാ രാജാവായ യഹോയാക്കിൻ്റെ വിപ്രവാസത്തിൻ്റെ 37-ാം വർഷം എബിൽമൊരാദക് ബാബിലോൺ രാജാവായി ഭരണമേൽക്കുകയും ആ വർഷം 12-ാം മാസം 27-ാം ദിവസം യഹോയാക്കിനെ സൗമനസ്യത്തോടെ മോചിപ്പിക്കുകയും ചെയ്തു.
രാജാവ് അവനോട് കാരുണ്യപൂർവ്വം സംസാരിക്കുകയും ബാബിലോണിൽ അവനോട് കൂടെ ഉണ്ടായിരുന്ന രാജാക്കന്മാരെക്കാൾ ഉയർന്ന സ്ഥാനം അവന് നൽകുകയും ചെയ്തു. അങ്ങനെ യെഹോയാക്കീൻ കാരാഗൃഹ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് ജീവിതകാലം മുഴുവൻ പതിവായി രാജാവിനോടൊത്ത് ഭക്ഷണം കഴിച്ചു. രാജാവ് അവന് മരണം വരെ ദൈനംദിന ആവശ്യങ്ങൾക്ക് പണവും നൽകിപ്പോന്നു. 2 ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്ന് അധ്യായം 36. യഹോവഹാസ്. ജോസിയയുടെ പുത്രനായ യഹോവഹാസിനെ ദേശത്തെ ജനങ്ങൾ ജെറുസലേമിൽ രാജാവായി വാഴിച്ചു. ഭരണം ആരംഭിക്കുമ്പോൾ അവന് 23 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 3 മാസം ഭരിച്ചു. ഈജിപ്തിലെ രാജാവ് അവനെ സ്ഥാനഭ്രഷ്ടനാക്കി. 100 താലന്ത് വെള്ളിയും 1 താലന്ത് സ്വർണവും ദേശത്തിന് കപ്പം ചുമത്തി. യഹോവഹാസിന്റെ സഹോദരൻ എലിയാക്കിമിനെ ഈജിപ്ത് രാജാവ് യൂദായുടെയും ജെറുസലേമിന്റെയും രാജാവാക്കി. അവന് യഹോയാക്കിം എന്ന് പേരിട്ടു. യഹോവഹാസിനെ നെക്കോ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി. യഹോയാക്കിം വാഴ്ച ആരംഭിക്കുമ്പോൾ യഹോയാക്കിമിന് 25 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 11 വർഷം ഭരിച്ചു. ദൈവമായ കർത്താവിൻ്റെ മുൻപിൽ അവൻ തിന്മ പ്രവർത്തിച്ചു. ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ അവനെതിരെ ചെന്ന് അവനെ ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ച് ബാബിലോണിലേക്ക് കൊണ്ടുപോയി. കർത്താവിൻ്റെ ആലയത്തിലെ പാത്രങ്ങളും കുറെ അവൻ ബാബിലോണിലേക്ക് കൊണ്ടുപോയി കൊട്ടാരത്തിൽ സൂക്ഷിച്ചു. യഹോയാക്കിമിൻ്റെ എതിരപ്രവർത്തനങ്ങളും അവൻ ചെയ്ത മ്ലേച്ഛതകളും അവൻ്റെ കുറ്റകൃത്യങ്ങളും ഇസ്രായേൽ യൂദ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ്റെ പുത്രൻ യഹോയാക്കീൻ രാജാവായി. യഹോയാക്കീൻ രാജാവാകുമ്പോൾ യഹോയാക്കീന് 8 വയസ്സായിരുന്നു. അവൻ 3 മാസവും 10 ദിവസവും ജെറുസലേമിൽ ഭരിച്ചു. അവൻ കർത്താവിൻ്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു. ആ വർഷം വസന്തകാലത്ത് നെബൂഖദ്നേസർ രാജാവ് സൈന്യത്തെ അയച്ച് യഹോയാക്കീനെ ബാബിലോണിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. കർത്താവിൻ്റെ ആലയത്തിലെ വിലപിടിപ്പുള്ള പാത്രങ്ങളും കൊണ്ടുപോയി. യഹോയാക്കീമിൻ്റെ സഹോദരനായ സെദെക്കിയായെ യൂദായുടെയും ജെറുസലേമിൻ്റെയും രാജാവാക്കി. സെദെക്കിയ ഭരണം ആരംഭിക്കുമ്പോൾ സെദെക്കിയയ്ക്ക് 21 വയസ്സായിരുന്നു. 11 വർഷം അവൻ ജെറുസലേമിൽ ഭരിച്ചു. ദൈവമായ കർത്താവിൻ്റെ മുൻപാകെ അവൻ തിന്മ ചെയ്തു. കർത്താവിൻ്റെ വചനമറിയിച്ച ജെറമിയായുടെ മുൻപിൽ അവൻ തന്നെ വെളിപ്പെടുത്തിയില്ല. ജെറുസലേമിൻ്റെ പതനം. നെബൂഖദ്നേസർ രാജാവിന് വിധേയനായിരുന്നു കൊള്ളാമെന്ന് ദൈവനാമത്തിൽ സത്യം ചെയ്തിരുന്നെങ്കിലും സെദെക്കിയ അവനോട് മത്സരിച്ചു. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിലേക്ക് തിരിയാതെ അവൻ ഹൃദയം കഠിനമാക്കി ദുശ്ശാഠ്യത്തിൽ തുടർന്നു. ജനതകളുടെ മ്ലേച്ഛതകൾ അനുകരിച്ച് പുരോഹിത പ്രമുഖരും ജനവും അത്യധികം അവിശ്വസ്തരായി തീർന്നു. ജെറുസലേമിൽ കർത്താവിന് പ്രതിഷ്ഠിതമായിരുന്ന ആലയം അവർ അശുദ്ധമാക്കി. പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് തൻ്റെ ജനത്തോടും വാസസ്ഥലത്തോടും കരുണ തോന്നി അവരുടെ അടുത്തേക്ക് തുടർച്ചയായി ദൂതന്മാരെ അയച്ചുകൊണ്ടിരുന്നു. എന്നാൽ അവർ ദൈവത്തിൻ്റെ ദൂതന്മാരെ പരിഹസിക്കുകയും അവിടുത്തെ വാക്കുകൾ പുച്ഛിച്ചു തള്ളുകയും പ്രവാചകന്മാരെ അവഹേളിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ കർത്താവിൻ്റെ ക്രോധം അഹിതമാം വിധം അവിടുത്തെ ജനത്തിൻ്റെ മേലുയർന്നു. കൽദായ രാജാവിനെ അവിടുന്ന് അവർക്കെതിരെ കൊണ്ടുവന്നു. അവർ അവരുടെ യോദ്ധാക്കളെ വിശുദ്ധ സ്ഥലത്ത് വെച്ച് വാളിനിരയാക്കി. യുവാക്കളോടോ കന്യകകളോടോ വൃദ്ധന്മാരോടോ പടുകിഴവന്മാരോടോ അവർ കരുണ കാണിച്ചില്ല. ദൈവം എല്ലാവരെയും അവൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു. ദേവാലയത്തിലെ ചെറുതും വലുതുമായ പാത്രങ്ങളും കർത്താവിൻ്റെ ആലയത്തിലെയും രാജാവിൻ്റെയും പ്രഭുക്കന്മാരുടെയും കൊട്ടാരങ്ങളിലെയും നിക്ഷേപങ്ങളും അവൻ ബാബിലോണിലേക്ക് കൊണ്ടുപോയി. അവൻ ദേവാലയം അഗ്നിക്കിരയാക്കി. ജെറുസലേമിൻ്റെ മതിലുകൾ ഇടിച്ചു നിരത്തി. അതിലെ മന്ദിരങ്ങൾ ചുട്ടരിച്ചു. വിലപിടിപ്പുള്ള പാത്രങ്ങൾ നശിപ്പിച്ചു. വാളിൽ നിന്ന് രക്ഷപ്പെട്ടവരെ അവൻ ബാബിലോണിലേക്ക് തടവുകാരായി കൊണ്ടുപോയി. പേർഷ്യ രാജ്യം സ്ഥാപിതമാകുന്നതുവരെ അവർ അവനും അവൻ്റെ പുത്രന്മാർക്കും ദാസന്മാരായി കഴിഞ്ഞു. അങ്ങനെ ജെറമിയ വഴി കർത്താവ് അരുളി ചെയ്ത വചനം പൂർത്തിയായി. ദേശം അതിൻ്റെ സാബത്ത് ആസ്വദിച്ചു. 70 വർഷം പൂർത്തിയാകുന്നതുവരെ ശൂന്യമായി കിടന്ന നാളത്രയും ദേശം സാബത്ത് ആചരിച്ചു. സൈറസിൻ്റെ വിളംബരം. ജെറമിയ വഴി കർത്താവ് അരുളി ചെയ്ത വചനം നിവൃത്തിയാകേണ്ടതിന് പേർഷ്യ രാജാവായ സൈറസ് ഭരണം തുടങ്ങിയ 1-ാം ആണ്ടിൽ തന്നെ സാമ്രാജ്യത്തിലെങ്ങും ഈ കൽപ്പന വിളംബരം ചെയ്യാനും അത് എഴുതി പ്രദർശിപ്പിക്കാനും കർത്താവ് അവനെ ഉത്തേജിപ്പിച്ചു. പേർഷ്യ രാജാവായ സൈറസ് ആജ്ഞാപിക്കുന്നു: ആകാശത്തിൻ്റെ ദൈവമായ കർത്താവ് ഭൂമിയിലെ എല്ലാ രാജ്യങ്ങളെയും എനിക്ക് കീഴ്പ്പെടുത്തിയിരിക്കുന്നു. യൂദായിലെ ജെറുസലേമിൽ അവിടത്തേക്ക് ഒരു ആലയം പണിയാൻ അവിടുന്ന് എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. അവിടുത്തെ ജനത്തിൽപ്പെട്ട ആരെങ്കിലും നിങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ അവൻ പുറപ്പെടട്ടെ. അവൻ്റെ ദൈവമായ കർത്താവ് അവനോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. സുഭാഷിതങ്ങൾ അധ്യായം 9 1 മുതൽ 6 വരെ വാക്യങ്ങൾ. ജ്ഞാനവും മൗഢ്യവും. ജ്ഞാനം തൻ്റെ ഭവനം പണിയുകയും 7 തൂണുകൾ നാട്ടുകയും ചെയ്തിരിക്കുന്നു.
അവൾ മൃഗങ്ങളെ കൊന്ന് വീഞ്ഞ് കലർത്തി വിരുന്നൊരുക്കിയിരിക്കുന്നു. നഗരത്തിലെ ഏറ്റവും ഉയർന്നിടങ്ങളിൽ നിന്ന് ഇങ്ങനെ വിളിച്ചറിയിക്കുവേൻ. അവൾ പരിചാരികമാരെ അയച്ചിരിക്കുന്നു. അല്പബുദ്ധികളെ ഇങ്ങോട്ട് വരുവേൻ. ബുദ്ധിശൂന്യനോട് അവൾ പറയുന്നു, വന്ന് എൻ്റെ അപ്പം ഭക്ഷിക്കുകയും ഞാൻ കലർത്തിയ വീഞ്ഞ് കുടിക്കുകയും ചെയ്യുവേൻ. ഭോഷത്വം വെടിഞ്ഞ് ജീവിക്കുവേൻ. അറിവിൻ്റെ പാതയിൽ സഞ്ചരിക്കുവേൻ.